സച്ചി വിളിച്ചിട്ട് രേവതിയോട് പറയുന്നുണ്ട്, ഇന്ന് ഞാൻ ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ വെളുപ്പിനെയാകും. കാരണം ഒരു ലോങ് ട്രിപ്പാണ്, ഇടുക്കി വരെ പോകണം. അതുകൊണ്ട് താമസിക്കും, നീ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയുന്നുണ്ട്. അയ്യോ, ഉറങ്ങാതെ വണ്ടി ഓടിക്കാൻ പോവാണോ? എവിടെയെങ്കിലും നിർത്തിയിട്ടിട്ട് ഉറങ്ങിയിട്ട് ഓടിച്ചാൽ പോരെ? അങ്ങനെ ഒരു കസ്റ്റമറെ അകത്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അവരെ കൃത്യസമയത്ത് വെളുപ്പിനെ എനിക്ക് അവിടെ എത്തിക്കണം. അതുകൊണ്ട് ഇപ്പോഴേ പുറപ്പെടാൻ പോവാണെന്ന് പറയുന്നുണ്ട്. അയ്യോ, ആഹാരം കഴിച്ചില്ലോ, നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പം വേണ്ട, അതിനുള്ള സമയമൊന്നുമില്ല, ഞാൻ വഴിക്ക് എവിടുന്നെങ്കിലും കടയിൽ നിന്ന് കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട്. നീ എന്തായാലും കിടന്ന് ഉറങ്ങിക്കോ എന്നും പറഞ്ഞിട്ടാണ് സച്ചി ഫോൺ വെക്കുന്നത്. ഇതേ സമയത്ത് തന്നെ വർഷ വീട്ടിലേക്ക് വരാൻ നേരം ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട്. ശ്രീകാന്തെ, കഴിയാറായോ? നമുക്ക് ഇന്നൊരു സിനിമയ്ക്ക് പോകണം എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയാണ്, അയ്യോ വർഷേ, ഇന്ന് ഞാൻ വരുമ്പം നേരം വിളക്കും. ഇന്നെനിക്ക് ഒരു ബർത്ത്ഡേ പാർട്ടിയുടെ ഓർഡർ കൂടി ഉണ്ട്. അത് നൈറ്റ് 12 മണിക്കാണ്. അതുകൊണ്ട് അതും കഴിഞ്ഞ് എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. ഫുഡും ഞാൻ ഇവിടുന്ന് കഴിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്തെങ്കിലും കാണിക്ക്, നീ വന്ന് ഞാൻ കഥ പോലും തുറക്കില്ലെന്നും പറഞ്ഞ് വർഷ ദേഷ്യപ്പെട്ട് ഫോണും കെട്ടാക്കിയിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയം ശ്രീകാന്ത് വിളിച്ചിട്ട് രേവതിയോട് പറയുന്നുണ്ട്, ഏടത്തി ഇന്ന പോലൊക്കെ സംഭവിച്ചു, അതുകൊണ്ട് ഞാൻ വരുമ്പം കഥ വന്ന് തുറന്നു തരണേ എന്ന് പറയുന്നുണ്ട്. ശരിയാന്ന് പറയണം. അപ്പോഴേക്കും വർഷ അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് രേവതി എന്തെടുക്കാണെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഞാനിവിടെ പാചകം ചെയ്യായിരുന്നു. അല്ല, നീ എന്തിനാ ശ്രീകാന്ത് വഴക്കുണ്ടാക്കിയത്? അവന് ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിക്കുമ്പം ഓഹോ, അതിനിപ്പുറം അവൻ വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞു എന്ന് ചോദിക്കാണ്. ചുമ്മാ പറയുന്നല്ലേ മോളെ, വെറുതെ വിഷമിപ്പിക്കണമെന്ന് പറയുമ്പം ഒന്നുമില്ല, എന്നെങ്കിലും ഞാൻ കുറച്ച് ഫ്രീ ആയിട്ട് നേരത്തെ വരുമ്പോഴും അപ്പം അവൻ എന്തെങ്കിലും ജോലി കാണും. ഞങ്ങൾ എത്ര ദിവസമായിന്ന് സിനിമയ്ക്കെങ്കിലും പോയിട്ടേ എന്ന് ചോദിക്കാണ്. ഞാൻ പോയി കുളിച്ചിട്ട് വരാം രേവതി, ഫുഡ് എടുത്തു വെക്ക്, നമുക്കിന്നെ ഒരു സിനിമ കാണാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവള് കുളിച്ചു കഴിയുമ്പോഴത്തേക്കും രേവതി ഫുഡൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ രേവതിയും വർഷയും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാണ്. അപ്പോഴേക്കും നമ്മുടെ വർഷ പറയുന്നുണ്ട്, എന്തായാലും നീ ഹാളിലേ കിടക്കണത്, നമുക്ക് ഇവിടെ കട്ടിലിരുന്നിട്ട് യക്ഷിപ്പടം കാണാമെന്ന് പറയുന്നുണ്ട്. അയ്യോ, യക്ഷിപ്പടമോ? എനിക്ക് പേടിയാ, ഞാനൊന്നും ഇല്ലെന്ന് പറയുമ്പം എന്തിനാ പേടിക്കുന്നേ? അതൊക്കെ നമുക്ക് ചില്ലായിട്ടിരുന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഹാളില് പോപ്കോണൊക്കെ സെറ്റ് ചെയ്ത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസിൽ അവിടെ നിന്ന് ലാപ്പില് ഇവര് സിനിമ കാണുന്നുണ്ട്. ഇത് കാണും തോറും രേവതിക്കാണെങ്കിൽ പേടിയായിട്ട് രേവതി കിടന്ന് അലറി വിളിക്കുന്നുണ്ട്. എനിക്ക് കാണണമെന്ന് പറഞ്ഞാൽ കണ്ണൊക്കെ പൊത്തുമ്പോഴേക്കും വർഷ, ഇതൊക്കെ രസമല്ലേ, ഇതൊക്കെയല്ലേ ത്രില്ലിങ്, കാണുന്നു പറഞ്ഞ് അവളെ നിർബന്ധിക്കുന്നുണ്ട്. ഇവരുടെ ഈ ബഹളമൊക്കെ രാത്രി കയറിയിട്ട് അങ്ങോട്ടേക്ക് ചന്ദ്ര ഇറങ്ങി വരുന്നുണ്ട്. ചന്ദ്ര ചോദിക്കാണ്, എന്താ ഇവിടെ ബഹളം, എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ, രാത്രി ആർക്കും ഉറങ്ങണ്ടെന്നൊക്കെ ചോദിക്കാണ്. വർഷ പറയുന്നുണ്ട്, ആദി ഞങ്ങൾ സിനിമ കാണാമായിരുന്നു, രക്ഷപ്പെടം, രേവതിക്ക് പേടിയാ രക്ഷപ്പെടം, അതുകൊണ്ടാണ് അവൾ കിടന്ന് കാറുന്നത് എന്ന് പറയുമ്പോൾ ഇവക്കാണോ പേടി? ഇവള് കാരണം ബാക്കിയുള്ളവർക്കും ആണ് പേടി, ഇവള് തന്നെ ഒരു രക്ഷയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും വർഷയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്തിനാ ആന്റി ഇങ്ങനെയൊക്കെ രേവതി പറ്റി പറയുന്നത്? അതിനുവേണ്ടി മാത്രം രേവതി എന്താ ചെയ്തത്? ഞങ്ങൾ അടങ്ങിയിരുന്ന സിനിമ കാണാനല്ലേ, നിങ്ങൾക്ക് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സിനിമ കാണുന്നതിനൊന്നും എനിക്ക് പ്രശ്നമില്ല, പക്ഷെങ്കിൽ ബാക്കിയുള്ള കൂടെ ഒന്ന് ഉറങ്ങണം, ഒച്ചയും ബഹളം വെച്ചാലേ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇവളല്ലേ പേടിക്കാൻ പോണത്, ഇവള് കാരണം ബാക്കിയുള്ളവർക്ക് സമാധാനമില്ലെന്ന് പറയുമ്പം അപ്പം ആന്റിക്ക് പേടിയില്ലെന്ന് ചോദിക്കാണ് വർഷ. എനിക്കെങ്ങും പേടിയില്ല, ഞാനൊക്കെ ഇത്രയും പ്രായമായവരല്ലേ, എന്റെ അടുത്തെങ്ങാണ് പേടി വന്നാ ലെഫ്റ്റിലൊന്ന് വിട്ട് റൈറ്റൊന്ന് വിട്ട് ഓടിച്ചിളഞ്ഞാൽ അതിനെ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രാകത്തേക്ക് കയറി പോകുന്നുണ്ട്. വർഷ പറയാണ്, ഇവരെ ഇങ്ങനെ വിട്ടാ പറ്റില്ല രേവതി, ഇവരെ ഒരു കാരണമില്ലാതല്ലേ ഇപ്പൊ നിന്നെ വഴക്കുണ്ടാക്കുന്നത്. അതൊക്കെ ചെറിയ കാര്യമല്ല, പുതിയ കാര്യങ്ങളാണ് വർഷേ, എപ്പോഴും അങ്ങനെ തന്നെയല്ലേ, അതൊക്കെ കേട്ട് കേട്ട് എനിക്ക് ശീലമായി. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ, എപ്പോഴും അങ്ങനെ ഒരാളെ തന്നെ എയിം ചെയ്ത് എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നേ? അതിന്നേ മാറ്റിയെടുത്തേണ്ട കാര്യം. വർഷേ, നീ എന്താ ചെയ്യാൻ പോണേ? അല്ല, അവരല്ലേ പറഞ്ഞത് അവർക്ക് പേടിയില്ലെന്ന്, എങ്കിൽ അവർക്ക് പേടിയുണ്ടെങ്കിലെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറയുമ്പം രേവതി പറയാണ്, അയ്യോ വർഷേ, അബദ്ധമൊന്നും കാണിക്കല്ലേ, വേണ്ട, നീ ഒന്നും മിണ്ടാതിരിക്കും രേവതി. ഇപ്പൊ കണ്ടോ, സാധാരണ രക്ഷപ്പെടുത്തലെല്ലാം നമ്മൾ കാണുന്നതിലും കൂടുതൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് എല്ലാവരെയും പേടിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നും പറയുമ്പോ രേവതി വഴക്ക് പറയുന്നുണ്ട്. വർഷ ആവശ്യത്തെ പണി കാണിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ വർഷ സമ്മതിക്കാതെ അവള് ഫോണില് അങ്ങനത്തെ മ്യൂസിക് ഒക്കെ എടുത്തിട്ട് ചന്ദ്രയുടെ റൂമിന്റെ വാതിൽക്ക് കൊണ്ടുവെക്കുന്നുണ്ട്. അവർ റൂമിന്റെ അടുത്ത് തന്നെയാണല്ലോ ശ്രുതിയുടെയും റൂമ്. അങ്ങനെ അടുത്ത് കൊണ്ടുവെക്കുമ്പോഴേക്കും ചന്ദ്രേ എന്ന് വിളിക്കാണ്. ആ ഒരു സൗണ്ടിലൂടെ നമ്മൾ ആ സൗണ്ട് സിസ്റ്റം ഒക്കെ മാറ്റിയിരിക്കാണ് വർഷ. അങ്ങനെ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ നിന്നുമാണ് അങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് കേട്ട് ആകെപ്പാടെ പേടിക്കാണ് ചന്ദ്ര.
അപ്പുറത്തെ റൂമിൽ കിടന്ന സുധിയാണെങ്കിലും ഇത് കേട്ട് ഞെട്ടി എഴുന്നേക്കുന്നുണ്ട്. സുധിയെ വിളിച്ചിട്ടാണെങ്കിലോ നല്ല പൂക്കിച്ച് ഉറക്കും. അതുപോലെ തന്നെ രവിയും ഗുളിക കഴിച്ചിട്ട് കിടക്കുന്നത് തന്നെ നല്ല ഉറക്കമായിരിക്കും. ഇവര് രണ്ടുപേരും കൂടി എണീച്ച് വിറച്ചിരിക്കുകയാണ് റൂമിനുള്ളില്. പട്ടി വരയ്ക്കുന്ന സൗണ്ടും യക്ഷി അലറുന്ന സൗണ്ടും അങ്ങനെ പല സൗണ്ടുകളും കേൾപ്പിക്കുകയാണ്. വർഷ, ഇത് എന്റെ വീടാണ്, ഒഴിഞ്ഞു പോണമെന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥിരമായി കേൾക്കുന്ന യക്ഷി സിനിമയിലുള്ള ഡയലോഗ്സ് ഒക്കെ അടിക്കുന്നുണ്ട്. ചന്ദ്ര ആകപ്പാടെ പേടിച്ചേർച്ച് വന്ന് കഥ തുറക്കുന്നുണ്ട്. രേവതിയും വർഷയും കൂടി ഫ്രിഡ്ജിന്റെ പുറകിൽ പോയി ഒളിഞ്ഞു നിൽക്കാണ്. അപ്പോഴേക്കും ചന്ദ്രയും സുധയും കൂടെ ഇറങ്ങി വന്ന് പരസ്പരം കണ്ടുമുട്ടിയിട്ട് വലിയ വായിൽ കിടന്ന് അലറുന്നുണ്ട് കേട്ടോ. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരെ പേടിച്ച് നിൽക്കാണ്. അവിടെ വെച്ചും വർഷ വീണ്ടും സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉണ്ടാക്കി നല്ലവണ്ണം പേടിപ്പിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ശരിക്കും പേടിച്ച് വേർത്ത് നിൽക്കാണ്. മതി വർഷയെന്നും പറഞ്ഞ് ലൈറ്റ് ഓൺ ആക്കിയിട്ട് രേവതി പോയി വെള്ളമൊക്കെ കൊണ്ടുവന്ന് ചന്ദ്രയ്ക്ക് കൊടുക്കുന്നുണ്ട്. വർഷ പറയാണ്, ആന്റി ഇപ്പൊ നിങ്ങൾ പേടിച്ചില്ലേ? നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾക്കൊട്ടും പേടിയില്ലെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങൾ പേടിച്ചില്ലേ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും സുധിയാണെങ്കിൽ വർഷ വഴക്കാറാണ്. നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? ഇതൊക്കെ ഒരു തമാശയാണോ? ഇപ്പൊ തന്നെ ഞങ്ങൾ അറ്റാക്ക് ഒന്ന് ചത്തുപോയനെ, അവളുടെ ഒരു തമാശ എന്നൊക്കെ പറയുമ്പോഴേക്കും, അല്ല ആന്റിയെ മുമ്പ് വന്നിട്ട് ഇവളെ യക്ഷീന്നൊക്കെ വിളിച്ച് കുറെ കളിയാക്കുകയൊക്കെ ചെയ്തു. അത് മാത്രല്ല യക്ഷിയെ പേടിയില്ലെന്നൊക്കെ പറഞ്ഞ് വലിയ വീമ്പിളക്കിട്ട് പോയതാ, അതുകൊണ്ടാണ് ടെസ്റ്റ് ചെയ്തതെന്ന് വർഷ പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു ഫണ്ണല്ലേ എന്ന് ചോദിക്കാണ്. ഇതാണോ ഫണ്ണ് എന്നും പറഞ്ഞിട്ട് ചന്ദ്രയാണെങ്കിൽ അവളെ ഇങ്ങനെ നോക്കി പിടിപ്പിച്ച് നിൽക്കാണ്. മനസ്സിലൊരുക്കാണ് വലിയ വീട്ടിലെ പെണ്ണാന്ന് പറഞ്ഞ് ക്ഷമിക്കുന്നവരും അവളെ തലേ കയറുന്ന ഇറങ്ങാ. ഞാൻ കാണിച്ചരാടി, ഇവളുടെ കൂട്ടുകെട്ടല്ലേ നിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നേ, ഞാൻ കാണിച്ചതെന്നും പറഞ്ഞ് അവള് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചന്ദ്ര അകത്തേക്ക് കയറിപ്പോന്നുണ്ട്. വർഷാണെങ്കിൽ വീണ്ടും നിന്ന് ചിരിക്കാണ്. രേവതി പറയുന്നുണ്ട്, കണ്ടോ നീ കാരണം ഇപ്പം അതിനും കൂടെ എനിക്കാ വഴക്ക് കേട്ടത്. ഓ വെറുതെ ഒന്നും വേണ്ടിയിരുന്നില്ല, എന്തിനാ വർഷം ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് ചോദിക്കുമ്പോ ഇതൊക്കെ രസമല്ലേ, ഓർത്തിരിക്കാൻ നല്ല സംഭവം അല്ലെന്ന് പറഞ്ഞിട്ട് എന്നാ ശരി ഇനി പോയി കിടക്കാതെ പറഞ്ഞിട്ട് ഇവർ രണ്ടും പോയി കിടക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ സച്ചി വരുന്നുണ്ട് കേട്ടോ. സച്ചി ആകെപ്പാടെ ഉറക്കം തൂങ്ങിയായിരിക്കും വരുന്നത്. രേവതി ചോദിക്കാണ്, അല്ല എന്ത് പറ്റി സച്ചേട്ടാ, കണ്ണൊക്കെ ആ കുഴിഞ്ഞിരിക്കുന്നല്ലോ, വല്ലാത്ത ക്ഷീണം ഉണ്ടല്ലോ, ഉറങ്ങിയില്ലേന്ന് ചോദിക്കാണ്. എങ്ങനെ ഉറങ്ങാനാ, അയാൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് കാറോടിച്ച് പോവായിരുന്നു. രാത്രി ഫുഡ് കഴിച്ചു, ഉറങ്ങാൻ പോലും സമയം കിട്ടിയില്ല, ഇനി വേണം ഒന്ന് ഉറങ്ങാനെന്ന് പറയുമ്പോൾ എന്തായാലും ഇനി കുളിച്ചിട്ട് ഉറങ്ങിയാൽ മതി എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ രേവതി പറയുന്നുണ്ട്, രേവതിയോട് ഇങ്ങനെ ചോദിക്കാണ്, നീ ഇന്നലെ എന്നെ കാണാൻ ഉറങ്ങിയില്ലല്ലേ, നിന്റെ കണ്ണും അതുപോലെ നിൽക്കാണെന്ന് ചോദിക്കുമ്പോൾ എന്റെ സച്ചിയേട്ടാ അതൊന്നും അല്ല വിഷയം, ഇന്നലെ ഇവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടായി. അതൊന്നും ഇവിടെ ഉള്ളതല്ലേ, പ്രത്യേകിച്ച് പറയണോ? അതൊന്നും അല്ല സച്ചിയേട്ടാ കാര്യം, വേറെ പ്രധാനപ്പെട്ട കാര്യ. എന്താ? ഇന്നലെ രാത്രിയില് ഞാനും വർഷയും കൂടി ഇരുന്ന് യക്ഷി സിനിമ കാണുമായിരുന്നു. ആ സമയത്താ എന്റെ അമ്മായിമ്മ, അതായത് നിങ്ങളുടെ അമ്മ ഇറങ്ങി വന്നിട്ട് പറഞ്ഞത്, യക്ഷി സിനിമ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ കണ്ട് യക്ഷിയെ പോലെ ഉണ്ട്, ഞാൻ കുട്ടിച്ചാത്തൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കുറെയൊക്കെ വഴക്ക് പറഞ്ഞു. ഇത് കേട്ടപ്പോ വർഷയ്ക്ക് ദേഷ്യം വന്നിട്ട് അവരെ ഒന്ന് പേടിപ്പിച്ചും വിട്ടു. ഫോണിലൊക്കെ സൗണ്ടൊക്കെ ഇട്ടേ നന്നായി പേടിപ്പിച്ചു. നിങ്ങളുടെ ഏട്ടനും നിങ്ങളുടെ അമ്മയും ശരിക്കൊന്ന് വിറച്ചു. ഇവിടെ വന്നിട്ട് ഭയങ്കര ബഹളായിരുന്നു അതിനും എന്നോടൊന്ന് പറയുമ്പം എന്തായാലും നന്നായി. വർഷ കാരണം എന്റെ അമ്മ ഒന്ന് പേടിച്ചു കണ്ടല്ലോ, അത്ര മതി എന്ന് പറഞ്ഞ് അവൻ ചിരിക്കാണ്. നിങ്ങക്ക് അങ്ങനെയൊക്കെ പറയാം, അതിന്റെ ബാലൻസ് ഇനി എന്താണോ പറയാൻ പോണേ എന്നും പറഞ്ഞ് പേടിച്ചുകൊണ്ടാണ് രേവതി അവിടുന്ന് പോകുന്നത്. ഇതുപോലെ വരാൻ പോകുന്ന സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ് ആവാതിരിക്കാനായിട്ട് ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.